കേരളത്തിലെ കത്തോലിക്കക്കാർക്ക് അനുകൂലമായി ഇലക്ഷൻ പ്രകടന പത്രികയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നവർക്കും അവ പിന്നീട് നടപ്പിലാക്കുന്നവർക്കും മാത്രമേ ഞങ്ങൾ കത്തോലിക്കർ വോട്ട് ചെയ്യൂ എന്നാണ് മാർ ജോസഫ് പാംബ്ലാനിയുടെ പുതിയ പ്രഖ്യാപനം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണാധികാരി കൂടിയായ ആർച്ച് ബിഷപ്പാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ എന്തൊരു കൃത്യത! പക്ഷെ സ്വന്തം വിശ്വാസികളുടെ അവിടെ ആരാധനാക്രമങ്ങളിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല, അവർക്കൊരു ഇളവോ ഒന്നും കാണിക്കില്ല. ഞങ്ങളുടെ വോട്ടോ പിതാവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് വിശ്വാസികൾക്ക് പറയാനുള്ളത്. എറണാകുളത്ത് നിയമാനുസൃതമായ ഏകീകൃത കുർബാന സ്ഥാപിച്ച് പ്രശ്നങ്ങൾ തീർത്തിട്ടിപ്പോരെ ആർച്ച് ബിഷപ്പിന്റെ രാഷ്ട്രീയ പ്രസംഗം എന്ന് വീണ്ടും വിശ്വാസികൾ ചോദിക്കുന്നു. ഉളുപ്പുണ്ട പിതാവെ ഇലക്ഷൻ എടുത്തപ്പോൾ രാഷ്ട്രീയ പ്രസംഗമായി ഇറങ്ങാനെന്ന് മറ്റൊരു കൂട്ടം വിശ്വാസികൾ. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കടുത്ത ചൂട് പരിഗണിച്ച് പകൽ 11 മുതൽ 3 മണിവരെ ആരും ജോലി ചെയ്യരുതെന്നും കഴിയുന്നതും വീട്ടിനുള്ളിൽ കഴിയണമെന്നും ഒക്കെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എറണാകുളത്തെ വിശ്വാസികളുടെ കാര്യം വലിയ കഷ്ടമെന്ന് മറ്റൊരു വിഭാഗം വിശ്വാസികൾ പറയുന്നു. മേജറിനും വികാരിക്കും ഒരു പ്രശ്നവുമില്ല, അവർക്ക് കുർബാന 3 മണിക്ക് ഇതിന് കൃത്യമായി നടക്കണം. ക്രിസ്ത്യാനികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നടപ്പാക്കുന്നത് മാത്രമേ തങ്ങളുടെ വോട്ട് തരൂവെന്ന് താമരശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ അതുണ്ടായിരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷിക റാലിയിൽ പാംബ്ലാനി എടുത്തെടുത്ത് പറഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം ഇപ്പോൾ സർക്കാരിന്റെ ആവശ്യമില്ലെന്നും 60 വയസ്സ് കഴിഞ്ഞ എല്ലാ കർഷകർക്കും 5000 രൂപ പെൻഷൻ നൽകാൻ തയ്യാറെന്നും മുന്നിക്കായിരിക്കും ക്രൈസ്തവർ വോട്ട് ചെയ്യുകയെന്നും ഒക്കെ പാംബ്ലാനി പറയുന്നു. അല്പം കൂടി പാംബ്ലാനി പിതാവ് മനസ്സ് വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതല്ലെങ്കിൽ വലതിന്റെ പ്രകടന പത്രികയിൽ, ഇനി ഇറങ്ങാൻ പോകുന്ന പ്രകടന പത്രികയിൽ വേണമെങ്കിൽ പാംബ്ലാനി പിതാവ് ആവശ്യപ്പെടുന്നു ഇതെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ വയ്ക്കാം. അല്ലാതെ ആരാധനാക്രമത്തിലോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ക്ഷേമത്തിലോ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിലോ ഒന്നും ഒരു താല്പര്യവുമില്ലാത്ത പിതാവിത രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം ഓരോ സമയത്തും അദ്ദേഹം സീസണലാണ്. പ്ലാവിൽ ചക്ക വിളയുമ്പോൾ ചക്കക്കാലം, മാവിൽ മാങ്ങ വിരിയുമ്പോൾ മാങ്ങക്കാലം, പറമ്പിൽ വാഴ കുലയ്ക്കുമ്പോൾ വാഴക്കാലം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയം വരുമ്പോൾ പാംബ്ലാനി പിതാവിനിതാ രാഷ്ട്രീയ കാലം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും കൊടുക്കാത്ത, ഒരു ഉത്കണ്ഠയും രേഖപ്പെടുത്താത്ത പാംബ്ലാനി പിതാവിത കത്തോലിക്കരുടെ കാര്യത്തിൽ ഇതാ പുതിയൊരു ഉത്കണ്ഠയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പു പറയുന്നവർക്കും അത് നടപ്പാക്കാത്തവർക്കും, ആവശ്യങ്ങൾ ഉന്നയിക്കാത്തവർക്കും അത് അഡ്രസ് ചെയ്യാത്തവർക്കും, അങ്ങനെ പറഞ്ഞ ആ ഉറപ്പുകൾ നടപ്പാക്കാത്തവർക്കും വോട്ട് ചെയ്യില്ല. ആരെ ഉദ്ദേശിച്ചാകും പിതാവ് ഇത് പറയുന്നതെന്ന് അടുത്ത് തന്നെ നമുക്കറിയാം.